ഹലോ ഗൈസ്, എല്ലാവർക്കും വിഷ്വൽ മാത്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഡോൺ മിൽട്ടൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പഠിപ്പിച്ചു തരാൻ പോകുന്നത് റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന 5 മാജിക് ട്രിക്സ് ആണ്. അതായത് നമുക്ക് റബ്ബർ ബാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമായിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന, അതുപോലെ തന്നെ എളുപ്പത്തിൽ മാജിക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അതൊരു ബേസിക് ആയിട്ടൊരു ഐറ്റമാണ്. അതുകൊണ്ട് ഞാനിതിൽ പലതരം അതായത് ബിഗിനർ തൊട്ടിങ് കുറച്ചുകൂടെ പുതിയതായിട്ട് ഇറങ്ങിയ ട്രിക്സൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ലെറ്റ്സ് ബിഗിൻ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ കയ്യിൽ രണ്ട് കളറിലുള്ള റബ്ബർ ബാൻഡ്സ് ഉണ്ട്. വാസസ് ഓക്കെ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഷീറ്റായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ലിങ്ക് ചെയ്തേക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, 1 2 4. ഓക്കെ, ഇത് 2 സെപ്പറേറ്റ് റബ്ബർ ബാൻഡ്സ് ആണ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ ട്രിക്ക് പഠിക്കാനും ചെയ്യാനും വളരെ സിമ്പിളാണ്. നമുക്കിതിന് വേണ്ടത് 2 കളറിലുള്ള റബ്ബർ ബാൻഡ്സ് ആണ്. ഏറ്റവും വലുത് എടുത്താൽ അത്ര നല്ലത്. ഓക്കെ, ഇനി ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇത് 2 സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഇൻഡെക്സ് ഉപയോഗിച്ചിട്ട് ഈ താഴെ ഇരിക്കുന്ന ഇതിൻ്റെ ടോപ്പിലത്തെ ബാൻഡ് എടുത്തിട്ട് മുകളിൽ വയ്ക്കുക. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യുക. അപ്പോൾ ഇവിടെ 2 പ്രാവശ്യം അത് ട്വിസ്റ്റ് ചെയ്തേക്കാണ് ആക്ച്വലി. അപ്പോൾ നമ്മൾ ശരിക്കും സംഭവിക്കുന്നത് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു വിരൽ ഈ റൈറ്റിലത്തെ മിഡിൽ ഫിംഗർ വിടുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇത് ലിങ്ക്ഡ് ആയിട്ട് തോന്നും. അങ്ങനെ ഒരു ഇലൂഷനാണ് ആക്ച്വലി ഉണ്ടോ. ഓക്കെ, ഇത് ആക്ച്വലി ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. നമുക്ക് ലെഫ്റ്റിലത്തെ ഫിംഗർ വിടുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് 2 സെപ്പറേറ്റ് ആയിട്ട് റബ്ബർ ബാൻഡായിട്ട് കിട്ടും. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ബ്രേക്ക് ആൻഡ് റീസ്റ്റോർ റബ്ബർ ബാൻഡ് എന്ന് പറയുന്ന ട്രിക്കാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇതിൽ റബ്ബർ ബാൻഡ് ഉണ്ട്, റബ്ബർ ബാൻഡാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇത് ബ്രേക്ക് ചെയ്യാൻ പോകണം. ഓക്കെ, ഇപ്പോൾ ഇത് 2 സെപ്പറേറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്തേക്കാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നോക്കിയോ, ഇത് പഴയതുപോലെ ആയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗൈസ്, ഇതിൻ്റെ സീക്രറ്റ് വളരെ സിമ്പിളാണ്, നമുക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു മൂവ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഈ റബ്ബർ ബാൻഡ് ഇങ്ങനെ പുഷ് ചെയ്യുക. ഞാൻ ചെയ്യുന്ന പോലെ തന്നെ പ്രോപ്പറായിട്ട് ചെയ്താൽ എന്തായാലും വർക്കാവും. ഈ റൈറ്റ് ഇൻഡെക്സ് എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് എടുക്കാം. ഒരു ക്രോസ് പോലെ വരും, ഒരു എക്സ് പോലെ നടുക്ക് വരും. നമ്മൾ തമ്പെടുത്ത് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇതൊരു സർക്കിൾ പോലെ കിട്ടും നമുക്ക്. ഇപ്പോൾ ഒരു വലിയ റബ്ബർ ബാൻഡ് എടുക്കുക, എൻ്റെ ഇത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണമൊക്കെ. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ ഒരു സർക്കിളായിട്ട് തോന്നും. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ലൂപ്പ് പോലെ ഉണ്ടാവും. ഓക്കെ, നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ഇത് റിലീസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ലൂപ്പ് പോലെ വരും, നമ്മൾ പിടിച്ചേക്കാണ്. ബ്രേക്ക് എന്ന് പറയുകയാണെങ്കിൽ ആക്ച്വലി ഇത് 2 റബ്ബർ ബാൻഡ് തന്നെയാണ്, ഇത് ഒരുമിച്ച് പിടിച്ചേക്കണം. അപ്പോൾ ഒരുമിച്ച് കാണുമ്പോൾ ഇലൂഷൻ വെച്ച് നമുക്ക് അറ്റത്തുനിന്നും സ്പീഡായിട്ട് കഴിയുമ്പോൾ ഒരൊറ്റ റബ്ബർ ബാൻഡായിട്ട് വന്ന് നമ്മൾ ഒരുമിച്ച് പിടിക്കുക. ജസ്റ്റ് ഒരു ആക്ഷൻ കാണിക്കുക. ഗൈസ്, മൂന്നാമത്തെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ റൈസിങ് റിങ് എന്ന് പറഞ്ഞ ട്രിക്കാണ്. ഓക്കെ, വാസസ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഫോക്കസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ റിങ് ഇങ്ങനെ പതുക്കെ റൈസ് ചെയ്ത് പോകുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, എൻ്റെ കൈയൊന്നും അനങ്ങാനുള്ള, ബട്ട് സ്റ്റിൽ യു ക്യാൻ സീ അത് മുകളിലേക്ക് വന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ മുകളിൽ വരെ എത്തിക്കാം, ബട്ട് ഞാൻ തൽക്കാലം ഇത് വെച്ച് ഞാൻ നിർത്താണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ സീക്രട്ട് റിവീൽ ചെയ്താൽ വളരെ സിമ്പിളാണ്, പലർക്കും അറിയാവുന്ന ഒരു ട്രിക്കാണ്. ഓക്കെ, അപ്പോൾ ഇതിന് സീക്രട്ട് വളരെ സിമ്പിളാണ്. നമുക്ക് ഇതൊരു ലെങ്തി ആയ റബ്ബർ ബാൻഡ് നമ്മൾ ഇതിന് ഉപയോഗിക്കുക. ഓക്കെ, നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ഇത് ബ്രോക്കൺ റബ്ബർ ബാൻഡാണ്. ഓക്കെ, ലെങ്തി ആയിട്ടുള്ളത് നമ്മൾ റബ്ബർ ബാൻഡ് ഇതിൻ്റെ അകത്തേക്ക് എടുക്കുക. എന്നിട്ട് എക്സസ് ആയിട്ട് കുറച്ച് റബ്ബർ ബാൻഡ് നമ്മുടെ കയ്യിൽ ഒളിപ്പിച്ച് വയ്ക്കുക. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ പതുക്കെ റിലീസ് ചെയ്ത് കൊടുക്കുക. ഈ റബ്ബർ ബാൻഡ് ഇങ്ങനെ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ സാധിക്കും. എന്തെങ്കിലും ക്ലിപ്പ് ചെയ്ത് ഇവിടെ സ്റ്റിക്ക് ചെയ്തോ, എന്തെങ്കിലും നോട്ട് വല്ലതും ആണെങ്കിൽ, അല്ലെങ്കിൽ വല്ല പേപ്പർ ക്ലിപ്പൊക്കെ വല്ലതും ആണെങ്കിൽ അത് അനങ്ങാണ്ട് അത് മുകളിലേക്ക് തന്നെ പൊക്കോളും. ഇതിപ്പോൾ റിങ് ആയതുകൊണ്ട് അത് ഇറങ്ങി താഴേക്ക് തന്നെയാണ്. അപ്പോൾ ആക്ച്വലി നമ്മൾ വേറെ എന്തെങ്കിലും ഇതിന് വരെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ കൈ ഇങ്ങനെ വിടണമനുസരിച്ച് ഇത് കയറി ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതല്ല നമുക്ക് തോന്നും. ഓക്കെ ഫ്രണ്ട്സ്, 4ാമത്തെ ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമ്പിങ് പെൻ ക്യാപ്പ് എന്ന് പറയുന്ന ട്രിക്കാണ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ നമുക്ക് ഇതിന് വരെ ഞോട്ടെല്ലാം ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് സെയിം ട്രിക്ക്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും
എൻ്റെ ഒരു പെൻ ക്യാപ്പ് ഞാൻ ഇതിൻ്റെ ടോപ്പിൽ സ്പെക്ടേറ്ററിൻ്റെ അടുത്ത് പറയാം, സ്പെക്ടേറ്റർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ വെച്ചേക്കാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ അപ്പോൾ അതിൻ്റെ മുകളിൽ ക്യാപ്പ് ഇരിക്കുന്ന കാണാൻ സാധിക്കും. 1 2 3 എന്ന് പറയുമ്പോൾ കാണാൻ സാധിക്കും അത് താഴേക്ക് ജമ്പ് ചെയ്തേക്കാണ്, ടോപ്പിൽ നിന്ന് താഴേക്ക് ജമ്പ് ചെയ്തേക്കാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായൊരു ട്രിക്കാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ സീക്രറ്റ് നന്നായി പഠിപ്പിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സീക്രറ്റ് വളരെ സിമ്പിളാണ്. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ പെൻ ക്യാപ്പ് ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, നമ്മൾ ഇതൊന്ന് ലിഫ്റ്റപ്പ് ചെയ്യുക. ഓക്കെ, മനസ്സിലായ ഈ താഴത്തെ റബ്ബർ ബാൻഡ് എടുത്ത് മേളിൽ വെച്ചേക്കാണ്. ഓക്കെ, നമ്മളതിൻ്റെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 റബ്ബർ ബാൻഡിൻ്റെ ഈ ടിപ്പിൽ നിന്ന് കവർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ആർക്കും മനസ്സിലാകത്തില്ല. ഓക്കെ, 1 2 3 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഓക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് താഴേക്ക് ജമ്പ് ചെയ്തേക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ഒരു പാക്ക് ഓഫ് കാർഡ്സ് ഉണ്ട്. അതിൻ്റെ മുകളിൽ ജസ്റ്റ് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചേക്കാണ്. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് കാർഡ് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് കാണാൻ സാധിക്കും ഇത് കംപ്ലീറ്റ്ലി റബ്ബർ ബാൻഡിൽ കൂടെ പാസ് ചെയ്ത് പുറത്തേക്ക് വന്നേക്കാണ്. ഓക്കെ ഓക്കെ, നമുക്ക് ഇനി ഇതിൻ്റെ സീക്രറ്റ് എന്താണെന്ന് പഠിക്കാം. ഓക്കെ, ഞാനിത് കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല എൻ്റെ സീക്രറ്റ്. ഇത് വളരെ അടിപൊളി ഇഫക്റ്റാണ്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചെയ്യാവുന്ന ട്രിക്കാണ്. അപ്പോൾ അതിൻ്റെ സീക്രറ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് ആണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ അടിപൊളി ട്രിക്സൊക്കെ വേറെ വരുന്നതായിരിക്കും. അപ്പം പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ സീക്രറ്റ് എന്താണെന്ന് പഠിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഇതിൻ്റെ സീക്രറ്റ് എന്താണെന്ന് പഠിക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഒരു റബ്ബർ ബാൻഡ് വേണം. ഇതുപോലത്തെ റബ്ബർ ബാൻഡ് ഇതുപോലെ തന്നെ വേണമെന്നില്ല, എന്നാലും നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ കയ്യിലുള്ള റബ്ബർ ബാൻഡ് എടുക്കാൻ ലെങ്തി ആയിട്ടുള്ളൊരു റബ്ബർ ബാൻഡ് എടുക്കുക. ഓക്കെ, ഇനി ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു കാർഡ് എടുത്തിട്ട് ഫസ്റ്റ് ഇതിൻ്റെ ഫുള്ള് കവർ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് സെപ്പറേറ്റ് ചെയ്ത കാർഡ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ വയ്ക്കുക. ഇനി ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ റബ്ബർ ബാൻഡ് എടുക്കുക, എന്നിട്ട് മുകളിൽ വയ്ക്കുക, എന്നിട്ട് നമ്മൾ തമ്പ് വെച്ച് ക്ലിപ്പ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു 8 റബ്ബർ ബാൻഡായിട്ട് തോന്നത്തുള്ളൂ. ഓക്കെ, ലെങ്തി ആയിട്ടുള്ള റബ്ബർ ബാൻഡ് മാക്സിമം എടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ഈ മുകളിലത്തെ കാർഡ് പിടിക്കുക, വലിക്കുന്ന സമയത്ത് തമ്പ് റിലീസ് ചെയ്യുക. 1 2 3 കണ്ടോ, കാണാൻ സാധിക്കും ഇത് കംപ്ലീറ്റ്ലി പെനിട്രേറ്റ് ചെയ്ത് വന്നിരിക്കണം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നേരെ താഴെ പോയി കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ ഇതിനാൽ അടിപൊളി മാജിക് ട്രിക്സ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ്.